പരം ശാന്തി. നമ്മൾക്ക് എങ്ങനെയാണ് കഷ്ടപ്പാടുകൾ വരുന്നത്? അതായത് ദുഃഖങ്ങളും പാപങ്ങളും പേടിയും ഡിപ്രഷനും അങ്ങനെ പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഒരാൾ വീട് വാങ്ങിച്ചു, അവിടെ അസൂയ. ഒരാൾ കാറ് വാങ്ങിച്ചു, അവിടെയും അസൂയ. ഒരാൾ ബസ് വാങ്ങിച്ചു, അവിടെയും അസൂയ. ഈ ഒരാളുടെ വീട്ടിൽ ഡൈവേഴ്സ് നടന്നു, അവിടെ ഭയങ്കര സന്തോഷമായിരിക്കും. വേറെ വീട്ടിൽ എന്ത് നരകയാതന അനുഭവിക്കുന്നു, അവിടെ സന്തോഷമായിരിക്കും. വേറെ വീടുകളിൽ നല്ലത് സംഭവിച്ചാൽ അവിടെ നമ്മൾക്ക് ഭയങ്കര അസൂയായിരിക്കും. അത് ചെറുപ്പമായിക്കോട്ടെ വലുപ്പമായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ആ അസൂയ, മറ്റുള്ളവരുടെ വീട്ടിലെ കർമ്മങ്ങൾ, അത് നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ കാരണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ കർമ്മങ്ങൾ നമ്മൾക്ക് തന്നെ മാറ്റാൻ സാധിക്കുന്നില്ല. പിന്നെന്തിനാ നമ്മൾക്ക് മറ്റുള്ളവരുടെ കർമ്മങ്ങൾ നമ്മൾ വേണം വെച്ചിട്ട് വലിച്ചെടുക്കുന്നത്? ആ കർമ്മവും കൂടി അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കാത്തിടത്തോളം കാലം വീടുകളിൽ പിണക്കങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടും ഡിപ്രഷൻ പേടിയും അങ്ങനെ പല 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 കാരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് ഇതാണ് കാരണം. നമ്മുടെ വീട്ടിലെ വെളിയിൽ വേറെ ആരെങ്കിലും കാർ വാങ്ങിച്ചാൽ അനുഗ്രഹിക്കുക, ബസ് വാങ്ങിച്ചാൽ അനുഗ്രഹിക്കുക, വീട് വാങ്ങിച്ചാൽ അനുഗ്രഹിക്കുക. അല്ലാതെ നിങ്ങൾ ദുഃഖത്തോടു കൂടിയാണ്. ചിലവർ അവരെ കണ്ടാൽ മിണ്ടുകയില്ല, നല്ല കാര്യം ചെയ്താൽ അവരെ കണ്ടാൽ മിണ്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സംഭവം വരുന്നത്. വീടുകളിൽ ശണ്ടയും പിണക്കങ്ങളും ദുരിതങ്ങളും പാപങ്ങളും ഡിപ്രഷനും പേടിയും വരുന്നതെല്ലാം ഈ കാരണങ്ങൾ കൊണ്ടാണ്. ആദ്യം മനസ്സിലാക്കി കർമ്മം ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരുടെ കർമ്മങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ കർമ്മങ്ങൾ ആദ്യം ഇല്ലാതാക്കുക. മറ്റുള്ളവരുടെ കർമ്മങ്ങൾ കൂടി എന്തിനാണ് നിങ്ങൾ വലിച്ചെടുക്കുന്നത്? ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ അവരുടെ കർമ്മങ്ങൾ നിങ്ങളുടെ തലയിൽ വന്ന് വീഴും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കർമ്മം ചെയ്യുക, ശ്രദ്ധിച്ച് ഓരോ കാര്യം ചെയ്യുക. വീട്ടിൽ നല്ലത് വരണമെങ്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കർമ്മത്തിനെ പറ്റിയിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കുക. കോമൺ സെൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുക. പരം ശാന്തി.